ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആത്മീകമായി ഒന്നുകൂടെ ഒന്ന് മുന്നേറണമെന്നും ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരാത്മീക ജീവിതം കെട്ടിപ്പടുക്കണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതിന് സഹായകമായ 4 കാര്യങ്ങളാണ് ഇന്ന് തിരുവചനത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തിയും ഇങ്ങനെയൊരു പദപ്രയോഗം വേദപുസ്തകത്തിൻ്റെ അകത്തുണ്ട്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യൂദായുടെ ലേഖനം 20-ാമത്തെ വാക്യത്തിലാണ്. നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തി. മലയാളത്തിൽ വായിക്കുമ്പോൾ കൃത്യമായ ഒരർത്ഥം നമുക്ക് ലഭിക്കണമെന്നില്ല. പക്ഷെ നമ്മളതിനെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നമ്മൾ നോക്കുമ്പോൾ ബിലോവഡ് ബിൽഡിംഗ് യുവർ സെൽഫ്സ് അപ്പ് ഓൺ ദ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിവിശുദ്ധ വിശ്വാസത്തിൽ നിങ്ങൾ തന്നെ പണിയുക. ബിൽഡിംഗ് യുവർ സെൽഫ്സ് അപ്പ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പണിയണം, ഞാൻ പണിയണം, നിങ്ങൾ ഓരോരുത്തരും പണിയണം. അപ്പോൾ ശരിക്കും നമ്മുടെ ആത്മീക ജീവിതം എന്ന് പറയുന്നത് ഒരു പണിയാണ്. ആ പണി നടത്തേണ്ടുന്നതിൽ ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ഈ ചിലരൊക്കെ പറയാറുണ്ട്, എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് ആത്മീകമായിട്ട് മുന്നേറണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല, കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. സ്നേഹത്തോടെ ഞാൻ പറയാം, ചില സമയങ്ങളിൽ ആത്മീക ജീവിതം നമ്മൾ തന്നെയാണ് പണിയേണ്ടുന്നത്. അതിന് സഹായകമായിട്ടുള്ള ചില കാര്യങ്ങൾ നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. യൂദായുടെ ലേഖനമാണ്. അധ്യായങ്ങളായിട്ടൊന്നും നമുക്ക് തിരിക്കാൻ പറ്റില്ല, കാരണം കുറച്ച് വാക്യങ്ങൾ മാത്രമേ ആ പുസ്തകത്തിൻ്റെ അകത്തുള്ളൂ. പണ്ട് ആരാണ്ടോ പറഞ്ഞു, തൂങ്ങിച്ചാകുന്നതിന് മുമ്പ് ഒരു ലേഖനം കൂടെ എഴുതിയിട്ടാണ് യൂദ പോയത്. ആ യൂദ അല്ല ഇത് എഴുതിയത്, യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരിൽ ഒരാളായ യൂദ തന്നെയാണ് ഈ പുസ്തകം എഴുതിയത്. നമ്മൾ ചിന്തിച്ചത് യൂദായുടെ ലേഖനം 20-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുക. അടുത്തത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, പ്രേയിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. 3-ാമത്തേത് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരിക്കുക, വെയിറ്റിംഗ്, ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ മേഴ്സി ഓഫ് ഗോഡ്. ഏറ്റവും ഒടുവിൽ ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക, കീപ്പിംഗ് യുവർ സെൽഫ്സ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്. ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കുക. വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങൾ തീർച്ചയായും ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം പണിത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങളെ സഹായിക്കും. ഞാൻ ഈ 20-21 വാക്യങ്ങൾ ധ്യാനിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുക, നിങ്ങളെ തന്നെ സൂക്ഷിക്കുക, നിങ്ങളെ തന്നെ അത് ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പം ഇത് ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടേതുമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മീക ജീവിതത്തെ എനിക്ക് പണിയാൻ പറ്റും, എനിക്ക് തകർക്കാൻ പറ്റും. ഈ ആത്മീക ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സ്വയം പണിയാനായിട്ട് കഴിയും എന്നുള്ളതാണ്. സ്വയം പണിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തീരുമാനം, നമ്മുടെ ഇച്ഛകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിച്ചാൽ സഹായിപ്പാൻ, കൈപിടിച്ചുയർത്താൻ ഉറപ്പായും കർത്താവ് നമ്മളോടുകൂടി ഉണ്ടാകും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഈ ഒരു തിരുവചന സന്ദേശം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ. ലളിതമായി എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ പറയാൻ ഞാൻ ചെറിയൊരു ഉദാഹരണം കൂടെ പറയാം. നമ്മളൊക്കെ താമസിക്കുന്ന നമ്മുടെയൊക്കെ വീടുകൾ ഉണ്ടല്ലോ, വീടില്ലാത്തവരും ഉണ്ടാകും, പക്ഷേ വീടുകൾ ഉള്ളവരോടാണ് ഞാൻ പറയുന്നത്. ഇന്ന് നിങ്ങൾ താമസിക്കുന്ന ആ ഒരു വീട് ഒരിക്കലും പണിത കാലത്തുള്ളതുപോലെ ആയിരിക്കില്ല. അതായത് നമ്മളൊരു വീട് പണിതാൽ കാലങ്ങളിൽ ആ വീടിൻ്റെ ആവശ്യത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആ വീട്ടിൽ മറ്റു ചില പണികൾ നമ്മൾ ചെയ്യും. ചിലപ്പോൾ നമ്മളൊരു വർക്ക് ഏരിയ പുറത്തേക്ക് ഇറക്കും, ചില സ്ഥലങ്ങളിൽ ഷീറ്റ് ഇടും, ചില സ്ഥലത്ത് എക്സ്റ്റൻഷനുകൾ ചെയ്യും, മോഡിഫിക്കേഷൻസ് നടത്തും, അല്ലെങ്കിൽ റിനോവേഷൻസ് നടത്തും. അപ്പം ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന മനോഹരമായ ഭവനങ്ങൾ എന്തെല്ലാം മോഡിഫിക്കേഷൻസ് നടത്തിയതിനു ശേഷം വന്നെത്തിയതാണ് എന്നതുപോലെയാണ് ആത്മീക ജീവിതം. ഇത് പണിയേണ്ടുന്നതാണ്. കാലങ്ങളിൽ സാഹചര്യങ്ങൾക്കനുസൃതമായി അതെ നമുക്ക് ആവശ്യമായിട്ടുള്ള ആത്മീക മൂല്യങ്ങൾ ജീവിതത്തിൻ്റെ അകത്ത് ചേർത്ത് പിടിച്ച് ഉപേക്ഷിച്ച് കളയേണ്ടതിനെ ഉപേക്ഷിച്ച് കളഞ്ഞ്
ആ, ആ, നാം ഓരോ ദിവസവും പണിത് കർത്താവിന്റെ വരവോളം ആ ഒരു വിശുദ്ധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു പണി നമുക്ക് ചെയ്യാം. നമുക്ക് വേഗത്തിൽ ഈ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ബിൽഡിങ് യുവർ സെൽസ് അപ്പ്. നിങ്ങൾ തന്നെ നിങ്ങളെ പണിയുക. എങ്ങനെയാണ് പണിയേണ്ടുന്നത്? ഒന്ന്, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. അപ്പോൾ നമ്മൾ ഒരു വീട് പണിയുമ്പോൾ ആ വീട് ദീർഘകാലം നിലനിൽക്കണമെങ്കിൽ, എന്താ പറയുന്നത്, ഉറപ്പോടെ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ ശരിയാകേണ്ടതായിട്ടുണ്ട്. അടിസ്ഥാനം ഉറപ്പില്ലാതെ നമ്മൾ ഒരു വീട് പണിതാൽ ആ വീടിന് അധികം നാൾ ആയുസ് ഉണ്ടാകില്ല. ഒട്ടുമിക്ക ആളുകളുടെയും ആത്മീക ജീവിതത്തിലെ പ്രശ്നം എന്താണെന്നറിയാമോ? അവരുടെ അടിസ്ഥാനം ശരിയല്ല എന്നുള്ളതാണ്. എന്താണ് അടിസ്ഥാനം ശരിയല്ല? എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകുന്നു, എവിടെയെങ്കിലും പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥമായ വിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി പണിയാത്ത ഒരു പണിയും നിലനിൽക്കില്ല. അതായത് ദൈവവചനത്തിൻ്റെ വിശുദ്ധിയെയും ദൈവവചനത്തിൻ്റെ ഉപദേശത്തെയും അടിസ്ഥാനമാക്കാതെ പണിയുന്ന ഒരു പണിയും നിലനിൽക്കില്ല. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വിശ്വാസത്തെ അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുന്നത്? ദൈവം വിശുദ്ധനാണ്. രണ്ട്, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഐഹിക കാലത്ത് നമ്മളോട് സംസാരിച്ച, അപ്പോസ്തോലന്മാർ ഉറപ്പിച്ചു തന്ന അതേ ദൈവ കൽപ്പനകൾ, മാറ്റമില്ലാത്ത ദൈവകൽപ്പനകൾ. ആ ദൈവകൽപ്പനകൾ എന്താണ്? രക്ഷിക്കപ്പെടുക, വിശ്വാസ സ്നാനമേൽക്കുക, വേർപാടിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കുക, പരിശുദ്ധാത്മാവിൻ നിറവിൻ ജീവിതം നയിക്കുക, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ വിശുദ്ധ ഉപദേശങ്ങളിൽ അതേ പണിയപ്പെടാത്ത ഒരു വ്യക്തിയുടെ ആത്മീക ജീവിതവും നന്നായി പോകില്ല എന്നുള്ളത് തന്നെയാണ്. അടുത്തത്, വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് പറയുന്ന ഒരു പദം യൂദായുടെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസത്തിന് വേണ്ടി പോരാടണം. എന്താണ് വിശ്വാസത്തിന്റെ പോരാട്ടം? സാധാരണ എല്ലാവർക്കും പിശാചിന്റെ പോരാട്ടത്തെക്കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ പിശാചിനോട് മാത്രമല്ല നമുക്ക് പോരാട്ടമുള്ളത്. അത് മാറ്റി നിർത്തിയാൽ പാപത്തോട് പോരാടണം. എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താ? പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നാം എതിർത്ത് നിൽക്കണം. ഒന്ന്. അടുത്തത്, വിശ്വാസത്തിന് വേണ്ടി പോരാടണം. എന്ത് വിശ്വാസത്തിന് വേണ്ടിയാണ് പോരാടേണ്ടുന്നത്? അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുമ്പോൾ വിശുദ്ധമായ വിശ്വാസത്തെ അതിൻ്റെ വിശുദ്ധിയില്ലായ്മ ചെയ്യുവാനായി ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ യൂദായുടെ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ 2-3 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്ന അഭക്തരായ മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായി കാണില്ല അല്ലേ? ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് നമ്മൾ അതിനെ നോക്കുമ്പോൾ, ദോസ് ഹു പെർവേർട്ട് ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇൻ ടു ലൈസൻസ് ടു ഇമ്മോറാലിറ്റി എന്നാണ്. അതായത് കൃപയിലാണ് നീയെങ്കിൽ നിനക്ക് പാപം ചെയ്യാം. നീ ചെയ്യുന്ന പാപം നിന്റെ ശരീരത്തെ മാത്രമേ ബാധിക്കുകയുള്ളൂ, നിന്റെ ആത്മാവിനെ ബാധിക്കത്തില്ല, നിന്റെ രക്ഷയെ ബാധിക്കില്ല. അതുകൊണ്ട് എങ്ങനെയും ജീവിക്കാം, ഏത് രീതിയിലും പോകാം, ഈ ലോകത്തിലുള്ള സകല പാപവും ആസ്വദിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് ദൈവവചനത്തെ കോട്ടിക്കളയുന്ന ഒരുപാട് ആളുകൾ കടന്നു വരുമ്പോൾ ഇത് വിശുദ്ധ വിശ്വാസമാണ്. ഈ വിശ്വാസം വിശുദ്ധന്മാർക്ക് പോരാടേണ്ടതിന് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസമാണ്. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ആരാണെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ കുറച്ച് സ്നേഹിതന്മാർ ഒരുമിച്ച് കൂടി ഒരു യൂത്ത് ക്യാമ്പ് നടത്തി. ആ നടത്തുന്ന യൂത്ത് ക്യാമ്പിൽ ഞാൻ പോയിട്ടുണ്ട്. സ്ഥലവും ആളുകളെയും പറയാത്തത് വ്യക്തിഹത്യ ചെയ്യുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ്. ആ ക്യാമ്പിൽ പോയി പ്രാർത്ഥനയും ഭയങ്കര തുള്ളലും ചാട്ടവും ബഹളവും ഭയങ്കര എല്ലാമായിരുന്നു, സന്തോഷമായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു അപകടം അവിടെ ഉണ്ടായ അപകടം എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ ഉപദേശത്തിന് നിരക്കാത്തതായ ചില പഠിപ്പീരുകൾ അവിടെ ഉണ്ടായി. അതായത് സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ അകത്ത്, ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിന്റെ അകത്ത് ദൈവവചനം
വച്ചിരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. സ്ത്രീയെ തൊടാതിരിക്കുന്നത് പുരുഷന് നല്ലതെന്നാണ് യഥാർത്ഥമായ ദൈവകൽപ്പന. ഞാൻ സത്യസന്ധമായി പറയുകയാണ്, ഞാൻ ചർച്ചിൽ വരുമ്പോൾ പോലും പൊതുവെ സ്ത്രീകൾക്ക് ഞാൻ കൈ പോലും കൊടുക്കാറില്ല. അത് ചെയ്യുന്നവരുണ്ട്. പക്ഷേ വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇന്ന് ആ രീതികളെല്ലാം മാറിയ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയും ആരാധനയും കഴിഞ്ഞതിന് ശേഷമുള്ള പഠിപ്പീരുകൾ കഴിഞ്ഞ് ഞാൻ ദുഃഖത്തോടെ പറയാം, ആൺകുട്ടികളും പെൺകുട്ടികളും എന്താ പറയുന്നത്, സകല അതിർത്തികളും ഭേദിച്ച് അവിടൊക്കെ നടന്ന കാഴ്ചകൾ കണ്ടപ്പോൾ എൻ്റെ പെട്ടി ഞാൻ പാക്ക് ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ അതിനെ നടത്തിപ്പുകാരോട് പറഞ്ഞ് ഞാൻ പോവുകയാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചു. ഞാൻ ചെറുതായിട്ടൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ അവിടുന്ന് മാറിക്കളഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, വചനത്തിന് ഒരു വിശുദ്ധിയുണ്ട്, ആത്മീക ജീവിതത്തിന് ഒരു ദൈവിക വിശുദ്ധിയുണ്ട്. പാപം ചെയ്യുവാനുള്ള ലൈസൻസ് ആക്കി ഒരിക്കലും കൃപയെ മാറ്റിക്കളയരുത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത് 3 വാണിങ്ങുകൾ, ഈ 3 മുന്നറിയിപ്പുകൾ ഈ പുസ്തകത്തിന്റെ അകത്തുനിന്ന് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരാം. എന്ത് മുന്നറിയിപ്പാണ്? വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്ന ദൈവപൈതൽ ഈ 3 മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോകരുത്. അതിൽ ഒന്നാമത്തേത് എന്താണ്? കർത്താവ് തന്റെ ജനത്തെ രക്ഷിച്ചിട്ടും 5, 6, 7 വാക്യങ്ങളിലാണ്. കർത്താവ് തന്റെ ജനത്തെ രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ നശിപ്പിച്ചു. പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രം. ഇറങ്ങിത്തിരിച്ചു, ലക്ഷക്കണക്കിന് ആളുകൾ ഇറങ്ങി. 2 പേർക്ക് മാത്രമേ വാഗ്ദത്ത നാട്ടിൽ കയറാൻ പറ്റിയുള്ളൂ. അപ്പൊ ഇറങ്ങിത്തിരിച്ചു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. അടുത്തത് വാഴ്ച കാത്തുകൊള്ളാതെ പോയ ദൈവദൂതന്മാർ, അവരെക്കുറിച്ചുള്ള വാണിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദൈവം അവരെ ആക്കി വെച്ച പദവിയുടെ വില മനസ്സിലാക്കാതെ ആ സ്ഥലം വിട്ടുപോയത് കൊണ്ട് അവരെ അന്ധകാരത്തിന്റെ ചങ്ങലയിട്ട് ശിക്ഷാവിധിക്കായി സൂക്ഷിച്ചിരിക്കുന്നു. നമുക്കൊരു വാണിംഗാണ്. 3 സോദോം, ഗോമോറ, ആത്മ, സെബോനി തുടങ്ങിയ പട്ടണങ്ങൾ. അതായത് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു പാപമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ അതിരുകളെല്ലാം കടന്നപ്പോൾ ദൈവം ആ പട്ടണത്തെ നശിപ്പിച്ചു കളഞ്ഞു. ഇന്നും ചാവുകടൽ എന്ന് പറയുന്ന ആ സ്ഥലം ലോകത്തിന്റെ മുമ്പിൽ ഒരു വലിയ മുന്നറിയിപ്പായി കിടക്കുകയാണ്. അങ്ങനെ ഈ പുസ്തകത്തിന്റെ അകത്ത് ധാരാളം മുന്നറിയിപ്പുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ പറയട്ടെ, വീഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് വേണം നാം നമ്മുടെ ആത്മീക ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി പണിയുക. നമ്മുടെ അടിസ്ഥാനം ശരിയാണെങ്കിൽ നമ്മുടെ വളർച്ച ശരിയായിരിക്കും. നമ്മുടെ അടിസ്ഥാനം പോയോ വളർച്ച അവിടെ വെച്ച് പോകും. ഞാൻ ഒരു കാര്യം പറയാം, സത്യസന്ധമായും പരമാർത്ഥമായും ദൈവവചനത്തിന്റെ അകത്ത് ഒരു വ്യക്തി അടിസ്ഥാനപ്പെട്ട് പണിതാൽ, അങ്ങനെ പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ, അങ്ങനെ പഠിപ്പിക്കുന്ന കൂട്ടായ്മകൾ, അങ്ങനെ ആ ഒരു ചിട്ടയിലും അച്ചടക്കത്തിലും ഈ വിശുദ്ധിയുടെയും വേർപാടിന്റെയും ഒക്കെ ഉപദേശങ്ങൾ അവരെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ആത്മീക ജീവിതം ഒരിക്കലും തകരത്തില്ല, പരാജയപ്പെടത്തില്ല. നമുക്ക് വിജയകരമായി മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. സ്നേഹത്തോടെ ഞാൻ പറയാം, വചനധ്യാനത്തിലേക്ക് മടങ്ങി വരിക, ദൈവവചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പോൾ 1, വിശുദ്ധിയിൽ ഇത് പണിയുക, അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി പണിയുക. അപ്പൊ നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു ഹോളി ഫെയ്ത്ത്, വിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിയായിരിക്കണം. കർത്താവും അപ്പോസ്തോലന്മാരുമൊക്കെ നമുക്ക് നൽകി തന്നിട്ടുള്ള കൽപ്പനകളെ, പരിശുദ്ധാത്മാവ് കാലാകാലങ്ങളിൽ അതേ വെളിപ്പെടുത്തി തന്നിട്ടുള്ള ആ വിശുദ്ധമായ ദൈവിക കൽപ്പനകളെ അടിസ്ഥാനപ്പെടുത്തി വേണം നമ്മുടെ ആത്മീക ജീവിതം പണിതെടുക്കാൻ. 2, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സ്വയം ഉയരാൻ ഉള്ള ഒരൊറ്റ വഴി പരിശുദ്ധാത്മാവിന്റെ സഹായം തേടുക എന്നുള്ളതാണ്. എന്നെ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാനായിട്ട് ധാരാളം ആളുകൾ വിളിക്കാറുണ്ട്. ഞാൻ പലരോടും ചോദിക്കും, നിങ്ങൾ ആത്മനിറവിൽ ജീവിക്കുന്ന വ്യക്തികളാണോ? അപ്പൊ പലർക്കും അതിനെക്കുറിച്ച് അറിയത്തുപോലുമില്ല. ഞാൻ ആത്മനിറവുമായി ബന്ധപ്പെട്ട് ധാരാളം മെസ്സേജുകൾ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാം, ഒറ്റയ്ക്കാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും സഹായിക്കാൻ കൂടെ ആരുമില്ലെങ്കിലും നമ്മളെ സഹായിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളോടുകൂടെയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പ്രാർത്ഥിക്കണമെങ്കിൽ
പരിശുദ്ധാത്മാവിൽ നിയന്ത്രിതമായ ഒരു ജീവിതം നമുക്ക് നയിക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി നമ്മൾ മാറണം. പരിശുദ്ധാത്മാവ് നമ്മളെ അതേ സഹായിപ്പാനായി, അതായത് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞതാണ്, ഞാൻ പോയാൽ സത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്ന ഒരു കാര്യസ്ഥനെ അയക്കും. എന്തിനാണ്? സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തുവാൻ, നിങ്ങളോട് കൂടെ നടക്കുവാൻ. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നുവല്ലോ, ആരും നിങ്ങളെ ഉപദേശിച്ചു തരേണ്ടെന്ന് ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശരിയായ പാതകളിൽ ഉപദേശിച്ച് വഴി നടത്തും. അതെ, തെറ്റുകളിലേക്ക് നമ്മൾ പോകാതെ നമ്മളെ കരം പിടിച്ച് അതിൽ നിന്നെല്ലാം മാറ്റി വിടും. എനിക്ക് തന്നെ പേഴ്സണലി ധാരാളം അനുഭവങ്ങൾ ഈ ഒരു കാര്യത്തിന്റെ അകത്ത് പങ്കുവെക്കുവാനായിട്ടുണ്ട്. ഞാൻ പറയാം, നമ്മുടെ പണി ശരിയാകണമെങ്കിൽ അടിസ്ഥാനം ശരിയാകട്ടെ. 2, പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെടട്ടെ. എഫേസ്യ ലേഖനം 2, 3 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? നിങ്ങൾ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. നിങ്ങൾ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ പണിതു വരുന്നു. ഒരു ബിൽഡിങ് പണിയുന്നത് കട്ടകൾ വെച്ച് ഇടയ്ക്ക് സിമെന്റ് ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് പണിയും. ആത്മീയ ജീവിതത്തിന്റെ പണി എങ്ങനെ നടത്തും? ദൈവവചനത്തിന്റെ ആ ഒരു സത്യസന്ധമായ പഠിപ്പീരിൽ, ആ ഒരു വിശുദ്ധമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഓരോരുത്തരെയും പണിയേണ്ടുന്നത്. മനസ്സിലായോ? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും, അതായത് ഞാനും നിങ്ങളും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഒരുക്കമുള്ളവരായി മാറുക, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു കൊടുക്കുക. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു നിമിഷം കർത്താവിനോട് പറയുമോ, ദൈവമേ, അങ്ങയുടെ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ എനിക്ക് കൃപ നൽകണമേ, അങ്ങയുടെ ആത്മാവിൽ ജീവിപ്പാൻ എനിക്ക് കൃപ നൽകണമേ. തടസ്സങ്ങളെയൊക്കെ തരണം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അടുത്തത്, കീപ് യുവർ സെൽഫ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്. കർത്താവായ യേശുവിൻ്റെ കൃപയിൽ, കരുണയിൽ, സ്നേഹത്തിൽ നിങ്ങളെ സൂക്ഷിച്ചു കൊള്ളുക. ഞാൻ എങ്ങനെയാണ് എന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കേണ്ടുന്നത്? ചിലർ പറയുന്നത് ദൈവം എന്നെ സൂക്ഷിച്ചോട്ടെ എന്ന്. ദൈവം സൂക്ഷിക്കും, ഉറപ്പായും ദൈവം സൂക്ഷിക്കും. കാരണം ഈ യൂദായുടെ ലേഖനം ആരംഭിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്, പിതാവാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും കർത്താവായ യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവർ. അപ്പൊ ഓൾറെഡി ദൈവം നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്. കർത്താവിന്റെ കൃപയിൽ നമ്മളെ കരുതി സൂക്ഷിച്ചിരിക്കുകയാണ്. ഒന്നിനെക്കുറിച്ചും നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ സൂക്ഷിച്ചിരിക്കുമ്പോഴും ലാഘവത്തോടെ നമ്മൾ മുമ്പോട്ട് പോകാതെ നാം നമ്മളെ ഒന്നുകൂടെ സൂക്ഷിക്കുക. ഞാനാണ് എന്നെ സൂക്ഷിക്കേണ്ടുന്നത്. ഞാൻ ദൈവസ്നേഹത്തിൽ എന്നെ സൂക്ഷിക്കണം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ഞാൻ എന്നെ സൂക്ഷിക്കണം. ഈ കണ്ണുകൾ എൻ്റെ കണ്ണുകളാണ്. ഈ കണ്ണുകളെ ഞാൻ സൂക്ഷിക്കണം. ഈ നാവ് എൻ്റെ നാവാണ്. ഈ നാവിനെ ഞാൻ സൂക്ഷിക്കണം. സഹായിപ്പാൻ പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ തെറ്റായത് കണ്ട് ആസ്വദിച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് കയറ്റി അതിൻ്റെ അകത്ത് ആനന്ദം കണ്ട് ഞാൻ മുമ്പോട്ട് പോയാൽ അതിന് ഉത്തരവാദി ദൈവമല്ല. യോബ് പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു, ഞാൻ ഇനി എങ്ങനെ കന്യകയെ നോക്കും. തീരുമാനം നമ്മുടേതാണ്. ചില നല്ല തീരുമാനങ്ങളിലേക്ക് നമുക്ക് വരാം. അതെ, ഒരു സ്ഥിരതയുള്ള ഒരാത്മീക ജീവിതം നമുക്ക് കെട്ടിപ്പണിത് മുൻപോട്ട് പോകാം. അതിനാണ് ഇങ്ങനെയുള്ള ആത്മീക സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുക എന്നുള്ളതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്, കീപ് യുവർ സെൽഫ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. ഞാൻ എന്നെ സൂക്ഷിക്കണം. കോളേജിൽ പോകുമ്പോൾ, വീട്ടിലിരിക്കുമ്പോൾ, മുറിയിലിരിക്കുമ്പോൾ, മൊബൈൽ ഫോണിലേക്ക് നോക്കുമ്പോൾ, TV-യിലേക്ക് നോക്കുമ്പോൾ, ആളുകളുമായി സംസാരിക്കുമ്പോൾ, പുറം ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ, ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളിൽ ഞാൻ എന്നെ സൂക്ഷിക്കുക. നമ്മളെ സൂക്ഷിപ്പാൻ ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. എങ്കിലും നാം നമ്മെ സൂക്ഷിക്കുക. ഏറ്റവും ഒടുവിലത്തെ ആ ഭാഗം കൂടെ പറഞ്ഞു നിർത്തട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കുക എന്നുള്ളതാണ്. വെയിറ്റിംഗ് ഫോർ ദ മേഴ്സി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ടു എറ്റേണൽ ലൈഫ്. നിത്യത വരെയും ദൈവകരുണയ്ക്കായി കാത്തിരിക്കുക.
ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് പ്രസംഗിച്ചാൽ മണിക്കൂറുകൾ നീളും. പക്ഷെ സമയം മുമ്പോട്ട് പോയി അതോടെ പറഞ്ഞു തീർക്കാതിരിക്കാൻ പറ്റില്ല. എന്താണ് ദൈവത്തിന്റെ കരുണ? കുരുടൻ നിലവിളിച്ച് ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ആ കരുണയുടെ അപേക്ഷയെങ്കിൽ, ആ കരുണയ്ക്കായുള്ള അപേക്ഷയെങ്കിൽ ദൈവപുത്രനായവൻ നിന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തേത്, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം എന്താ പറയുന്നത്? കരുണ ലഭിപ്പാൻ, സഹായത്തിനുള്ള കൃപ ലഭിപ്പാൻ കൃപാസനത്തോടടുത്ത് ചെല്ലുക. അപ്പൊ എനിക്ക് കരുണ കിട്ടണം, എനിക്ക് കരുണ കിട്ടണോ എന്ന് പറഞ്ഞ് വെറുതെ എവിടെങ്കിലും ഇരുന്നിട്ട് കാര്യമില്ല. കരുണയ്ക്കായി നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. കണ്ടോ, ഞാനാണ് ആവശ്യക്കാരൻ, നിങ്ങൾ ഓരോരുത്തരുമാണ് ആവശ്യക്കാർ. എനിക്ക് നിങ്ങളെ സഹായിക്കുന്നതിന് പരിമിതികളുണ്ട്, നിങ്ങൾക്ക് എന്നെ സഹായിക്കുന്നതിൽ പരിമിതികളുണ്ട്. അപ്പം നമ്മൾ ആ കരുണയ്ക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുക. കർത്താവേ, ആ കരുണ എനിക്ക് ആവശ്യമാണ്. അതിനെന്ത് ചെയ്യണം? വെറുതെ ഇരുന്നാൽ കരുണ കിട്ടുമോ? കിട്ടില്ല. കരുണ പ്രാപിക്കാൻ കൃപാസനത്തിന്റെ അരികിലേക്ക് ചെല്ലുക. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ആ കൃപാസനത്തിന്റെ അരികിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. ഏതാണ് കൃപാസനം? പുതിയ നിയമത്തിൽ കൃപാസനം എന്ന് പറയുന്നത് ഏതെങ്കിലും സ്ഥലമോ ഏതെങ്കിലും ഇടമോ ഒന്നുമല്ല, ദൈവസന്നിധിയിലേക്കാണ്. ആത്മീകമായ അർത്ഥത്തിൽ ദൈവത്തിന് സ്തോത്രം. ആ ദൈവകൃപ പ്രാപിപ്പാൻ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ മുട്ടുകൾ മടക്കി, കർത്താവേ, എനിക്ക് അങ്ങയുടെ കരുണ ആവശ്യമാണ്, എനിക്ക് അവിടുത്തെ കൃപ ആവശ്യമാണ്. സഹായത്തിനുള്ള കൃപ ഇല്ലേ? ഗ്രേസ് ഓഫ് ഗോഡ് ഇൻ ടൈം ഓഫ് നീഡ്. ഞാൻ അതിനെക്കുറിച്ച് വളരെ ദീർഘമായൊരു മെസ്സേജ്, എന്താണ് കരുണ, എന്താണ് കൃപ എന്ന് ഞാൻ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. ആ കൃപ, ആ കരുണ നമ്മളെ ഓരോ ദിവസവും പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയകരമായി മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണ്. ഈ 4 കാര്യങ്ങൾ അതേ നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് സഹായകരമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത സന്ദേശവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു.